ഹായ് വെൽക്കം ടു ഹോം കുക്കിംഗ് ജേർണൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പിക്കിളാണ്. ഇതിന് 2 ബീട്രൂട്ട്, വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇഞ്ചിയും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിൽ ഇഞ്ചി നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവണ വരെ ഇളക്കാം. അപ്പോൾ ഇഞ്ചി കളറ് മാറിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇതിലേക്ക് ബീറ്റ്റൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്കാക്കി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ചെറുതീയിൽ കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ ഇതൊന്ന് ആവിയൊക്കെ വരുന്നുണ്ട് നന്നായിട്ട്. ഇങ്ങനെ നടുവൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ മുളക് പൊടി ഒന്ന് ചൂടാക്കാം. ഇതിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. അവിടേക്ക് ഒരു ലേശം നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. മുളക് പൊടി നല്ലെണ്ണയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ചൂടിൽ കിടന്നിട്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറും. എന്നിട്ട് വേണം ഈ ബീട്രൂട്ടുമായിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇളക്കണതിൻ്റെ ഇടയിൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ആ ബീട്രൂട്ടൊക്കെ ചെറുതായിട്ടൊന്ന് വേവ് വേണ്ടു, വല്ലാതെ വേവണ്ട. പിന്നെ ഉപ്പൊക്കെ പാകമുണ്ടോ, മുളക് പൊടി മതിയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കായത്തിൻ്റെ പൊടി ഒന്ന് തൂളി കൊടുക്കാം. സ്പൂണിലെടുത്ത് കാണിക്കാൻ പറ്റണില്ല, ജസ്റ്റ് കുറച്ച് പൊടി എത്ര വേണം. അപ്പം ഇതിലേക്ക് 1 കപ്പ് വിനീഗർ, ഉപ്പും മുളകും മതിയൊന്ന് ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകം ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മതിയാവും. ഇത് ഓഫ് ചെയ്യാം. ഇതിൻ്റെ പാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ട് വേണം അത് കുപ്പിയിലേക്കാക്കി എടുത്തു വയ്ക്കാനായിട്ട്. 1 മാസമൊക്കെ കേടുകൂടാതെ ഇരുന്നോളും.